ഹലോ, അസ്സലാമലൈക്കും. ഇന്നിതാ നല്ല അടിപൊളി പൂ പോലുള്ള ഇഡ്ഡലി എന്നൊക്കെ പറയൂല നമ്മള്. ആ ഇഡ്ഡലിന്റെ റെസിപ്പിയാണ്. ഇഡ്ഡലി അരി ഒന്നും വേണ്ട, നമ്മുടെ സാധാരണ പച്ചരി വെച്ചിട്ടുള്ള ഇഡ്ഡലിയാണ്. നല്ല സോഫ്റ്റ് ഉള്ളൊക്കെ അതാ നമ്മൾ കേക്കിൻ്റെ ഒക്കെ സ്പോഞ്ച് പോലെയുള്ള ഇഡ്ഡലി കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇതാ നമ്മുടെ പൂ പോലുള്ള ഇഡ്ഡലി ഉണ്ടാക്കാൻ ഞാൻ നല്ല പച്ചരി ആട്ടോ എടുത്തത്. നമ്മൾ സാധാരണ പത്തിരിക്കും വെള്ളപ്പത്തിനും ഒക്കെ എടുക്കുന്ന പച്ചരി 2.5 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ഇതാ ഉലുവയുടെ ചേർത്ത് കഴുകി കുതിർത്തി വെച്ചതാണ്. ഇപ്പോൾ ഒരു 5-6 മണിക്കൂറായി കുതിർത്തെടുത്തിട്ട് എന്നിട്ട് ഒന്നുകൂടെ കഴുകിയിട്ട് ഞാൻ ഊറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടതാണ്. അതുപോലെ നമ്മൾ ഈ 2.5 കപ്പ് അരിക്ക് വേണ്ടിയിട്ട് 1 കപ്പ് ഉഴുന്ന് ഞാൻ ഇതേപോലെ കഴുകി കുതിർത്തെടുത്താണ്. അപ്പോൾ നമ്മൾ അരിയുടെ 40% ഉഴുന്ന് വേണ്ടത്. അപ്പോൾ 1 കിലോ അരിയാണെങ്കിൽ 400 ഗ്രാം ഉഴുന്ന്, അതാണ് കേട്ടോ കണക്ക്. ഇപ്പോൾ എന്താ ഞാൻ 2.5 കപ്പിന് അതേ കപ്പിൻ്റെ 1 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഒരു 1/4 കപ്പ് ചോറ് കുറച്ച് മതി, കാരണം ഉഴുന്ന് ചേർക്കുന്നത് അധികം നമ്മൾ ചോറ് ചേർത്താൽ ഒട്ടിപ്പോവും. നമുക്ക് ചട്ടിന്ന് നമ്മളെ ഇഡ്ഡലി തട്ടൊന്നും കിട്ടൂല. ഇതേപോലെ കയ്യിലിങ്ങനെ വെന്ത് കഴിഞ്ഞാൽ ഒട്ടിക്കളിക്കും. അതുകൊണ്ട് ചോറ് കുറച്ച് മതി. ഇത്രയും അരിക്കൂ ഇന്നിന് ഞാൻ 1/4 കപ്പ് ചോറ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതാ ആവശ്യത്തിന് നമ്മൾ ഇഡ്ഡലിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും. ഇത് ചിലരൊക്കെ രാവിലെ ആയിരിക്കും, നമ്മളിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്തേക്ക് ഉപ്പ് ചേർക്കുക. പക്ഷെ അതല്ല, നമ്മൾ അരയ്ക്കുന്ന സമയത്ത് തന്നെ ഉപ്പ് ചേർത്താൽ അതിൻ്റെതായ വ്യത്യാസം ഉണ്ട് കേട്ടോ, നന്നായിട്ട് കിട്ടും. അപ്പോൾ ഉപ്പ് ഞാൻ ആദ്യം തന്നെ അളവ് നിൽക്കണ്ട, പിന്നെ പിറ്റേന്ന് വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നെ കുറച്ചുകൂടെ ഒക്കെ ചേർക്കാം. ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ അരി 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ആക്കിയിട്ട് നമുക്ക് മിക്സിൻ്റെ വലിപ്പത്തിനൊക്കെ അനുസരിച്ച് അളവ് മാറ്റുമല്ലോ. അപ്പോൾ അതാ ഞാൻ അരി കുറച്ച് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചോറുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മളെ ചോറ് ഒരു പകുതിയും കൂടെ എടുത്ത ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ ഉഴുന്ന് ചേർക്കുന്നില്ല. ഉഴുന്ന് നമ്മൾ സെപ്പറേറ്റ് ഉഴുന്ന് മാത്രം അരച്ചെടുക്കുകയാണ്. ഇപ്പം ഈ അരി അരിയാൻ മാത്രമുള്ള വെള്ളവും കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഈ അരിയും ചോറുകൂടി ഒരു ചെറിയ തരി ഞാൻ കാണിച്ചു തരാം, തരിതരി പോലെ അരച്ചെടുക്കുക. ഉഴുന്ന് നമ്മൾ നന്നായിട്ട് അരിയണം ഇഡ്ഡലിക്ക്. അപ്പോൾ എന്നാൽ മാത്രമേ നല്ല ഇഡ്ഡലി ആവുള്ളൂ. അരിയാണെങ്കിൽ അധികം അരിയുകയും ചെയ്യരുത്, ചെറിയ തരി കൈമൽ വേണേ നമ്മൾ കയ്യിൽ വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് നമ്മൾ ഉഴുന്ന് സെപ്പറേറ്റ് ആട്ടോ അരിക്കുന്നത്. ഇതാ ഞാൻ അരിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉപ്പുകൂടി ചേർക്കുന്നുണ്ട്, എന്നിട്ട് അരച്ചെടുക്കട്ടെ. ഇതാ ഞാൻ അരിയും നമ്മളെ ചോറും അരച്ചിട്ടോ. ഇതുണ്ടോ കയ്യിൽ കാണാം ചെറിയ തരി കണ്ടോ അരിൻ്റെ, അങ്ങനെ വേണം കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കുന്നതാ, നമുക്കറിയാം ഇങ്ങനെ തൊടുമ്പോൾ അരിൻ്റെ അത് വേണം. പക്ഷെ ഉഴുന്ന് ഇനി അരിക്കുന്ന സമയത്ത് ഉഴുന്ന് നന്നായിട്ട് അരയും വേണം, തീരെ തരിയില്ലാതെ. അതാണ് രണ്ടും സെപ്പറേറ്റ് അരിക്കുന്നത്. ഇതല്ലാണ്ട് ആക്കുമ്പോൾ അരി ഉഴുന്നിൻ്റെ കൂടെ അരിഞ്ഞു പോകും. അപ്പോൾ നമ്മളിത് ഒരു ഒട്ടലായിരിക്കും ഇഡ്ഡലിക്ക് കേട്ടോ. ഞാൻ തൊഴിച്ചിട്ട് ബാക്കി അരി കൂടി അരച്ചെടുക്കട്ടെ. അപ്പോൾ ഇതാ അരി കംപ്ലീറ്റ് അരച്ചെടുത്തു. അതേ ജാറിലേക്ക് തന്നെ ഇതാ ഉഴുന്ന് ഞാൻ നന്നായിട്ട് ഉഴുന്ന് മാത്രം ഇട്ടിട്ട് ഉഴുന്നിൻ്റെ നന്നായിട്ട് അരച്ചെടുക്കട്ടെ, കുറച്ച് വെള്ളവും ചേർത്തിട്ട്. ഇതാ നമ്മുടെ ഉഴുന്ന് നന്നായിട്ട് അരഞ്ഞുണ്ട് കേട്ടോ, നന്നായിട്ട് അരഞ്ഞ് പതഞ്ഞ് വന്നിട്ട് കണ്ടോ. ഇനി നമ്മളിത് നേരത്തെ അരച്ച് വെച്ച അരിമാവിലേക്ക് ചേർത്തെടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. എന്താ അരിമാവ് കണ്ടോ, അരച്ച് വെച്ച അരിമാവാണ്. അതിലേക്ക് ഞാൻ ഈ ഉഴുന്നും കൂടി ചേർത്തിട്ട് രണ്ടും കൂടി നന്നായിട്ട് യോജിപ്പിക്കട്ടെ. ഇപ്പോൾ ഇതാ നമ്മൾ ഉഴുന്നും അരിയും ഒക്കെ നന്നായിട്ട് മിക്സായിട്ടോ, നന്നായിട്ട് പറ്റുന്നിടത്തോളം നന്നായിട്ട് ഇതുപോലെ ഒരു കോരിയോ തവിയോ വെച്ചിട്ട് മിക്സ് ചെയ്യട്ടോ. ഇത് പണ്ട് കാലത്തൊക്കെ നമ്മളെ കൈ വെച്ചിട്ട്, ആട്ടുകല്ലിലല്ലായിരുന്നു അത് ആട്ടിയിരുന്നത്. അപ്പോൾ അവരെ കൈ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ചെയ്യും. ചിലർക്ക് ഇത് കാണുമ്പോൾ ഒരു മാതിരിയൊക്കെ തോന്നും, പക്ഷെ പണ്ടുള്ള ആൾക്കാർ ഇതുപോലെ ചെയ്യും. അതായിരുന്നു ആ ഇഡ്ഡലിൻ്റെ ടേസ്റ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ കൈ വെച്ച് ചെയ്യാത്തവർ തവി വെച്ചിട്ടോ കയ്യിൽ വെച്ചിട്ടോ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊരു 10 മണിക്കൂറെങ്കിലും ഇതൊന്ന് പൊങ്ങി വരാൻ വെക്കാം. ഇതിനി നമ്മളെ കിച്ചൺ കബോർഡിൻ്റെ ഉള്ളിൽ അങ്ങനെയൊക്കെ ഒരു ഏകദേശം ഒരു ചൂട് തട്ടുന്ന സ്ഥലത്ത്, അല്ലെ അടുപ്പിൻ്റെ സൈഡിലൊക്കെ വെച്ചാൽ ഇത് നന്നായിട്ട് അങ്ങ് പൊന്തി വരും കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു
ലൂസിൽ മതി. ചിലർ ഇഡ്ഡലി നല്ല കട്ടിയിൽ അരച്ചെടുക്കും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഈ ഒരു ലൂസിൽ നിന്നാലും മതി. പിന്നെ ഞാൻ എടുത്തത് നമ്മൾ 2.5 കപ്പ് അരി അളന്ന് അതേ കപ്പിന് 2.5 കപ്പ് വെള്ളമാണ് മൊത്തത്തിൽ ഉപയോഗിച്ചത് കേട്ടോ. മാവ് കണ്ടോ ചെമ്പ് നിറഞ്ഞ് വന്നിട്ടുണ്ട്, നല്ലോണം പതഞ്ഞ് കണ്ടോ പതായിട്ട് നിറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇന്നലെ ഉപ്പ് ചേർത്തുണ്ട്, ബാക്കി കുറച്ചുകൂടി ഉപ്പ് വേണം, അതുകൂടി ചേർത്ത് കൊടുക്കട്ടെ. നോക്കിയിട്ട് ചേർത്തിയാൽ മതി കേട്ടോ. അതേപോലെ ഒരു നുള്ളു സോഡാപ്പൊടി, അതായത് നമ്മളെ ബേക്കിംഗ് സോഡ ഇല്ല എല്ലാത്തിലും ചേർക്കുന്ന ഒരു പിഞ്ച് മതി, അപ്പം നല്ലൊരു ഇത് വരും. അതിനാണ്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നന്നായി പൊന്തിയുണ്ട്. പക്ഷെ അത് ചേർത്താൽ നന്നായിട്ടൊന്നുകൂടൊന്ന് നന്നായിട്ട് കിട്ടും കേട്ടോ. ഇനി ഇത് സോഡാപ്പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് പറ്റുകയാണെങ്കിൽ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറൊക്കെ വെച്ചാൽ നല്ലതാണ്. ഇനി ഇതാ നമ്മൾ ഇഡ്ഡലി തട്ടുണ്ടല്ലോ, ഇഡ്ഡലി ചുടാനുള്ള തട്ട് രണ്ടും ഞാൻ നന്നായിട്ടൊന്ന് എണ്ണ തടവി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ കയ്യിലുള്ള ഓയിലില്ലേ, ഓയിലൊന്ന് ഇന്നലെ രാത്രി തന്നെ നന്നായിട്ട് കഴുകി തുടച്ചിട്ട് എണ്ണ തടവി വെക്കണേ. അല്ലെങ്കിൽ നമ്മൾ ഇഡ്ഡലി ഒട്ടിപ്പോവും. അപ്പോൾ ഒട്ടിപ്പോവാതിരിക്കുക രാത്രി തന്നെ അങ്ങ് തടവി വെച്ചാൽ തീരെ ഈ പാത്രത്തിൽ ഒട്ടൂല ഇഡ്ഡലി. ഇനി ഇതാ നമ്മളെ ഇഡ്ഡലി ചെമ്പ് ഞാൻ അടുപ്പിൽ വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എണ്ണ പുരട്ടി വെച്ച് പാത്രം ഇഡ്ഡലിൻ്റെ തട്ട് വെച്ചെടുക്കുകയാണെ. നമ്മൾ ഒഴിച്ചിട്ടല്ല തട്ട് വെക്കേണ്ടത്, തട്ട് ആദ്യം ഒന്ന് ചൂടാകണം, അല്ലെങ്കിൽ നമ്മൾ മാവ് ഒഴിച്ചാൽ അതിൽ പിന്നെ നമ്മൾ ഇഡ്ഡലി എടുക്കാൻ കിട്ടൂലേ. ഇങ്ങനെ ചെയ്ത് നോക്കൂ. ആദ്യം ഒന്ന് നന്നായി എണ്ണ ഒഴിച്ച് തടവിയതിന് ശേഷം നന്നായിട്ട് ചൂടാക്കണം. നമ്മൾ വെള്ളം ഓൾറെഡി ചൂടാകാൻ വെക്കുമല്ലോ, അപ്പം അതിൻ്റെ കൂടെ തന്നെ ഈ തട്ടൂടെ ചൂടായാൽ എന്നിട്ട് നമുക്ക് അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്താൽ നല്ല അടിപൊളി ഇഡ്ഡലി കിട്ടും കേട്ടോ. നന്നായിട്ട് പൊന്തി വരും. ഇതാ അടിച്ചേക്കട്ടെ. ഇപ്പം ഇതാ നമ്മുടെ അടിയിലെ വെള്ളമൊക്കെ തളിച്ച് നമ്മളെ തട്ടുകളൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്നു കൊടുക്കാം. ഇപ്പം ഇതാ കണ്ടോ നന്നായിട്ട് പുകയൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഇതിലാവുമ്പോഴാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. പാത്രം ഈ തട്ട് നന്നായിട്ട് ചൂടാകുമ്പോൾ ഇനി ഇതാ ഒരു തവി മാവെടുത്തിട്ടുണ്ട്. അടിയിലെ തട്ടിൽ ഒഴിക്കുമ്പം അധികം നിറയെ ഒഴിക്കേണ്ട കേട്ടോ. ഇത് പൊന്തിയിട്ട് നമ്മുടെ അടുത്ത തട്ടിലേക്ക് തട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇഡ്ഡലി ഇതിൻ്റെ മുകളിൽ തട്ടിയിട്ട് ഒട്ടിപ്പോ ഒരു ഇതുണ്ടാവില്ല, ഇഡ്ഡലി അതിൻ്റെ മുകളിലങ്ങ് പറ്റിപ്പോവും. അപ്പോൾ അതില്ലാതിരിക്കാൻ അധികം നിറയെ ഒഴിക്കേണ്ട. ഞാൻ 2 തട്ടിൽ ഒഴിച്ചിട്ടോ, നന്നായിട്ട് ഒടിച്ച് കണ്ട്. ഇപ്പം നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല പതഞ്ഞ് നമ്മൾ കേക്കിൻ്റെ ഒക്കെ മാവ് പോലെ ഇരിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ ഇത് അടച്ച് വെക്കുകയാണേ. എന്നിട്ടൊരു ഏകദേശം ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റിൻ്റെ ഉള്ളിൽ ആവിട്ടോ ഇത്. അപ്പം ഞാൻ ആയിട്ട് കാണിച്ചു തരാം. ഇനി ഇതാ നമ്മുടെ ഇഡ്ഡലിയൊക്കെ വെന്തുണ്ട്. ഒരു 13-14 മിനിറ്റോളായിട്ടോ. പിന്നെ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഞാൻ ഒന്നിങ്ങോട്ടേക്ക് മാറ്റി എടുത്തേക്കട്ടെ. ഇപ്പം ഇതാ ഞാൻ 2 നമ്മുടെ തട്ടും എടുത്ത് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നില്ലേ, ഇതിൻ്റെ അടിഭാഗത്തില്ലേ, ഇതാ ഇതിൻ്റെ അടിഭാഗത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ. പൈപ്പിൻ്റെ ചൂട്ടിലേക്ക് കാണിച്ചു കൊടുത്താലും മതി. അപ്പം നമ്മൾ ഉൾഭാഗത്തല്ല കേട്ടോ, അടിഭാഗത്ത്. അപ്പോൾ പെട്ടെന്ന് ഇഡ്ഡലി വിട്ടുപോരും. ഇഡ്ഡലി പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാതെ വിട്ടു പോരാനുള്ള കുറേ ടൈം ഇങ്ങനെ വെച്ചാലും കിട്ടും. നമുക്ക് പെട്ടെന്നൊക്കെ വേണമെങ്കിൽ അടുത്ത ഘട്ടം വെക്കുകയും വേണമല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് പൈപ്പിൻ്റെ ചുവട്ടിലേക്കോ അടിയിൽ ഇത്തിരി വെള്ളമാക്കി കൊടുക്കുക. പെട്ടെന്ന് അടിയിൽ നിന്ന് വിട്ടുവരും കേട്ടോ. നമുക്ക് പാത്രത്തിൽ നിന്ന് എടുക്കുക. കണ്ടോ ഇത്രേ പണിയുള്ളൂ, ഒന്നുമില്ല. നല്ല അടിപൊളി, അധികം കട്ടിയില്ലാത്തതാണ്, നല്ല സോഫ്റ്റ് ഇഡ്ഡലി കേട്ടോ. ഞാനിപ്പോൾ ചൂടോടെ എടുത്തു. ഞാൻ അടിയിൽ ഇത്തിരി വെള്ളം ഒഴിച്ചു. എന്നിട്ട് കൈവിൻ്റെ സൈഡൊന്നും ഇങ്ങനെ എടുത്താൽ മതി. കണ്ടോ ചട്ടി പാത്രത്തിലൊന്നും ഒട്ടിയിട്ടില്ലേ. അതുപോലെ ഞാൻ എല്ലാം എടുത്തിടട്ടെ. ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പോലുള്ള ഇഡ്ഡലി ഇട്ടോ. നന്നായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. നമ്മളെ ഇഡ്ഡലിയൊക്കെ ഇവിടെ റെഡിയാണ്. നല്ല അടിപൊളി ഇഡ്ഡലി കിട്ടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നല്ല പൂ പോലുള്ള ഇഡ്ഡലി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അഥവാ കൈ വെച്ചിട്ട് എടുക്കാൻ കിട്ടിയില്ലെങ്കിൽ ഒരു സ്പൂണിൽ വെള്ളം ചേർത്തിട്ട് ഇങ്ങനെ ഒരു സ്പൂൺ എടുത്തിട്ട് സൈഡ് ഇങ്ങനെ ഇളക്കി എടുത്താൽ മതി. വെള്ളത്തിലൊന്ന് സ്പൂണൊന്ന് ഡിപ്പ് ചെയ്തിട്ട് പിന്നെ എടുത്തിട്ട് ഇളക്കിയാലും കിട്ടും. ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാണെങ്കിൽ അല്ലാതെ കൈ വെച്ചിട്ട് തന്നെ എടുത്താൽ മതി. നല്ല ഈസിയാണ്, ഞാൻ കാണിച്ചു തന്നല്ലോ. അപ്പോൾ താങ്ക് യു.